ഇത്രയും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ടൊവിനോനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇവിടെ ഒരാള് ഞങ്ങൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സർപ്രൈസ്. ആരായിരിക്കും? 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 ആ ചോദ്യത്തിന് ഒരു ഉത്തരവും വേണമെന്ന് ആള് പറഞ്ഞിട്ടുണ്ട്. ടൊവി, നീ നമ്മൾ ഒരുമിച്ച് പണ്ട് കാക്കനാട് താമസിക്കുമ്പോ നീ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു, ചേട്ടാ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടും. അപ്പൊ ഞാൻ പറയാറുണ്ടായിരുന്നു ചാൻസ് കിട്ടും എന്ന് പറയാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നീ ABC'യിൽ അഭിനയിച്ചു, 10th ഡേയിൽ അഭിനയിച്ചു. അപ്പൊ നീ എന്നോട് പിന്നെ ചോദിച്ചു, ചേട്ടാ എനിക്ക് ഇറങ്ങി അവസരങ്ങൾ കിട്ടുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നൊരു തീർച്ചയായിട്ടും അവസരങ്ങൾ കിട്ടും, നീ അതിന് സമയം കൊടുക്കൂ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ യൂത്ത് പ്രൊഡ്യൂസും മൊയ്തീനും അങ്ങനത്തെ കഴിഞ്ഞു. മെക്സിക്കന്റെ റിലീസിന്റെ തലേദിവസം നീ എന്നോട് ചോദിച്ചു, ചേട്ടാ ഞാൻ സ്റ്റാർ ആവുമോ? എനിക്ക് ഇപ്പൊ നിന്നോട് തിരിച്ചു ചോദിക്കണമെന്നുണ്ട്, ഇപ്പൊ എന്തായി, നിനക്ക് എന്ത് തോന്നുന്നു? ഞങ്ങള് തമ്മിലുള്ള ഒരു ബന്ധം എന്നൊക്കെ പറഞ്ഞാല് സിനിമയിൽ രണ്ടുപേരും സിനിമയിൽ വരുന്നതിന് മുമ്പ് സിനിമയോടുള്ള ആഗ്രഹമായിട്ട് നടക്കുന്ന സമയത്ത് എന്റെ ഒരു സുഹൃത്തിന്റെ സുഹൃത്താണ് ഒരു പക്ഷേ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങള് പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ട് കഴിയുമ്പോൾ എവിടെയൊക്കെയോ ഞങ്ങളെ പോലെ ഭയങ്കര വേവ്ലെങ്ത് മാച്ചായി, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. ഒരു പോയിന്റിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുള്ള സമയത്ത് ഇതായിരുന്നു, അതായത് രണ്ടുപേർക്കും ഭയങ്കര ഒന്നും പോസിറ്റീവായിട്ടുള്ളൊന്നും സിനിമയിൽ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലാത്ത സമയത്ത്, അതിപ്പോ ABCD ഒക്കെ കഴിഞ്ഞ് കൂതറാവുള്ള സിനിമയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെയാണ് നമുക്ക് അപ്പൊ യൂട്യൂബ് വീഡിയോസ് ഓൺ ആവാനായിട്ട് നിൽക്കുന്നത്. രൂപേഷേട്ടൻ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നു, ഞാനാണെങ്കിൽ യൂട്യൂബ് വീഡിയോസും കൂതറാനായിട്ട് പിന്നെ അങ്ങോട്ട് പടമൊന്നും ആയിട്ടില്ല, അങ്ങനെ പറയത്തക്ക ഒരു അച്ചീവ്മെന്റും ഇല്ല. അങ്ങനെ നിൽക്കുന്ന സമയത്തൊക്കെയാണ് ഇനിയൊരു അവസരം വരുമോ, വന്നാൽ അത് എങ്ങനെയായിരിക്കും, നമുക്ക് ഒരു ബ്രേക്ക് കിട്ടുക എന്നുള്ളത്. സിനിമയിൽ വരുമ്പോ എല്ലാവർക്കും ഒന്ന് മുഖം കാണിക്കുക എന്നുള്ളതായിരിക്കും. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക് കിട്ടുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, ആ ബ്രേക്ക് കിട്ടിയത് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇതുപോലെ ഞാൻ രൂപേഷേട്ടൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ ഭയങ്കര ആങ്ഷ്യസ് ആയിരുന്നു പലപ്പോഴും. ഇവിടെ മറ്റേ സിനിമയിൽ അഭിനയിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് അവസാനം എവിടെ തിരിച്ചു പോയാൽ വന്നിടത്തുനിന്നും ഇറങ്ങുകയും ചെയ്തു, അതെ ജോലിയൊക്കെ കളഞ്ഞു തിരിച്ചു പോയാൽ എനിക്ക് വേറൊരു പണിയും ചെയ്യാനും അറിയാൻ പാടില്ല. ഇതും ഭയങ്കരമായിട്ട് അറിയാമെന്നല്ല, പക്ഷെ കുറച്ചെങ്കിലും അറിയാവുന്ന ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ രൂപേഷേട്ടൻ ഞാൻ എപ്പോഴും ചോദിക്കുന്നത്, നമ്മള് മറ്റേ തോറ്റു പടങ്ങേണ്ടി വരുമോ എന്നുള്ളൊരു, അത് ശരിക്കും അത് ഭയങ്കര ഇമോഷണൽ സീനാണ്. തോറ്റു പടങ്ങേണ്ടി വരുമോ? അപ്പൊ പുള്ളിയുടെ ഉള്ളിലെ ടെൻഷനുള്ളപ്പോ പുള്ളി എന്താ ചെയ്യാന്നറിയോ, മറ്റേ മുന്നമായി MBBS പുള്ളി പൊട്ടിച്ചിരിക്കും, പുള്ളി പൊട്ടിച്ചിരിച്ച് ഭയങ്കര ഹാപ്പിയായിട്ട് സംസാരിക്കുന്നത് കണ്ടാൽ പുള്ളി നല്ല ടെൻഷൻ. പുള്ളി പറഞ്ഞതെന്ന് വെച്ചാല് എപ്പോഴും പറയുന്നതാണ് എന്റെ അടുത്ത്, ഞാൻ എപ്പോ ചോദിച്ചാലും പുള്ളിക്ക് ഈ ഒരു ഉത്തരവുള്ളൂ, 2012 നമ്മൾ തമ്മിൽ കാണുമ്പോ നീ എവിടെയായിരുന്നു എന്നൊരു ഓർമ്മയുണ്ടോ? അത് ഓർമ്മയുണ്ട്. അത് വെച്ച് നോക്കുമ്പോ നീ ഒരുപാട് ദൂരം വന്നില്ലേ? വന്നു. അപ്പൊ ഇനിയും വരണ്ട ആ സമയത്ത് നടക്കും. അത് രൂപേഷേട്ടൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ ലാസ്റ്റ് ആ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു തമാശക്ക് ചോദിച്ചിരിക്കുന്നതാണ്. ഞാൻ പുള്ളിയോട് ചോദിച്ചു, പടം കേറി കൊടുത്തോ ചോദിക്കുമ്പോ പുള്ളി പിന്നെ സ്റ്റാർ ആവൂല്ലേ? ഇതെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അത് മറ്റേ യൂട്യൂബ് വീഡിയോസിലെ ടൊവിനോ പറയുന്നത് ഭയങ്കര നിഷ്കളങ്കത കൊണ്ട് വരുന്ന ഒരു ചോദ്യമാണിത്. സ്റ്റാർ ആവൂല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. അത് അതിനുള്ളൊരു കാരണമുണ്ട്. അതായത് ആ ചോദ്യത്തിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാല് എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള തരം സിനിമകൾ മലയാളത്തില് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന അല്ലാത്ത പാറ്റേൺ ഉള്ള ചില സിനിമകൾ എനിക്ക് സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് പ്രൊഡ്യൂസർ കിട്ടിയിട്ടില്ലാത്തൊരു സമയമുണ്ട്. അതിനുള്ള ഇപ്പൊ പ്രൊഡ്യൂസർ ആയി എന്നുള്ളത് വേറെ സത്യം, പക്ഷെ അന്ന് പ്രൊഡ്യൂസർ ഇല്ലായിരുന്നു അതിനൊന്നും. അങ്ങനെയുള്ളൊരു സമയത്ത് ഞാൻ രൂപേഷേട്ടനായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, എന്താ ചേട്ടാ നമ്മൾ അങ്ങനെ ഒരു പരീക്ഷണ സിനിമകളൊന്നും ഇവിടെ വരാത്തത്? അപ്പൊ പറയുന്നത്, നീ സ്റ്റാർ അല്ല, സ്റ്റാർ വാല്യൂ ഇല്ല. സ്റ്റാർ വാല്യൂ ഇല്ലെങ്കിൽ എങ്ങനെയാണ്, എന്ത് ധൈര്യത്തിലാണ് പ്രൊഡ്യൂസർ നിന്നെ വെച്ചൊരു പടം ചെയ്യുക? ഫസ്റ്റ് ദിവസം അതിൽ തിയേറ്ററിൽ കയറി ആള് കാണുമെന്ന് എന്താണ് ഉറപ്പ്? ഈ സിനിമ ഇറങ്ങുന്നത് ശ്രദ്ധിക്കപ്പെടാതെ പോയാൽ എന്ത് ചെയ്യും? പൈസ കൊടുക്കുന്ന ആൾക്ക് അയാളുടേതായിട്ടുള്ള ടെൻഷൻസും കൺസേൺസും ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ഇഷ്ടമുള്ള തരം സിനിമകൾ ചെയ്യണമെങ്കിൽ നീ സ്റ്റാർ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട് മുമ്പ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. അപ്പൊ എല്ലാം ഓക്കെ ആവല്ലേ, സ്റ്റാർ ആവല്ലേ എന്ന് ചോദിക്കുന്നത്. സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ആ ഒരു പ്രയോഗം എന്ന് പറയുന്നത് ആകാശത്തിരിക്കുന്ന ഏതോ നക്ഷത്രത്തിന്റെ പോലെ. അതാണ് ഒരിക്കലും അങ്ങനെയുള്ള ആളാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇപ്പൊ ഈ പറയുന്ന പോലെ പ്രൊഡ്യൂസറായി ആ സിനിമകൾക്കൊക്കെ സ്റ്റാർ ഒന്നുമില്ല. എനിക്ക് രഞ്ജി സാറ് മറ്റേ ഞാനൊരു 3 മിനിറ്റ് സിംഗിൾ ഷോട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് ഞാൻ ഭയങ്കരമായിട്ട് കഥച്ചുകൊണ്ട് നിൽക്കുമ്പോ
മോണിറ്ററിൽ അതിന്റെ പ്ലേ ബാക്ക് ഉണ്ടായിരുന്നു. സ്ലോ മോഷനിലാണ് ഫുൾ പ്ലേ ബാക്ക്. അപ്പൊ ഫുൾ സ്ലോ മോഷനിൽ ആ പ്ലേ ബാക്ക് കണ്ടു കഴിയുമ്പോൾ രഞ്ജി സാറ് ഒരു കോംപ്ലിമെന്റ് ആയിട്ട് എന്റെ തോളത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, എടാ നീ വിണ്ണിൽ വിരിഞ്ഞ താരമല്ലടാ, നീ മണ്ണിൽ വിരിഞ്ഞ താരം. മറ്റേ മണ്ണിൽ കിടന്നിട്ടുള്ള ഫൈറ്റ് ആണ് അത്. ഇതാരാ പറയുന്നേന്നുള്ളതാണ് ഡയലോഗ് തന്നെ അടിപൊളിയാണ്, പക്ഷെ അത് ആര് പറയുന്നു എന്നുള്ളത് കൂടെ ഉണ്ടല്ലോ. അത് ഭയങ്കര കോംപ്ലിമെന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് അതുപോലെ ഈ മണ്ണിൽ തന്നെ നിൽക്കാനാണ് അവിടുന്ന് പൊങ്ങിക്കഴിഞ്ഞാല് ഈ വീഴ്ച ഭയങ്കര അത് പറ്റത്തില്ല, സിനിമയിലെ പോലെയല്ല.